ഹായ് ഓൾ, ഞാൻ മുഹമ്മദ് മനാസിർ, റോൾ നമ്പർ 16. എൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ട്രൈസം ആണ്. ട്രൈസമിൻ്റെ ഫുൾ ഫോം ട്രെയിനിങ് ഓഫ് റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്നതാണ്. ഇത് 1979 ഇന്ത്യ ഗവൺമെൻറ് ലോഞ്ച് ചെയ്ത ഒരു സ്കീമാണ്. ഇതിലൂടെ ഗവൺമെൻറ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റൂറൽ ഏരിയാസിലുള്ള ഡെവലപ്മെൻറ്റ് ആണ്. ഈ റൂറൽ ഏരിയാസിലുള്ള യൂത്തിന്, അതായത് ഒരു 18 മുതൽ 35 വയസ്സിനിടയിലുള്ള ആളുകൾക്ക് സെൽഫ് എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് നൽകുക എന്നതായിരുന്നു ട്രൈസമിൻ്റെ അജണ്ട. ട്രൈസം ലോഞ്ച് ചെയ്യാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ റൂറൽ ഏരിയാസിലുള്ള അൺഎംപ്ലോയ്മെൻറ്റ് ഇഷ്യൂ പരിഹരിക്കുക എന്നതാണ്. ആളുകൾ പലരും ജോലി ചെയ്യാനൊക്കെ തയ്യാറായിരുന്നെങ്കിലും അവർക്കുള്ള ജോലി സാധ്യതകൾ വളരെ കുറവായിരുന്നു. അങ്ങനെ ഈ ഓരോ ബ്ലോക്കിലും പുരുഷന്മാരും സ്ത്രീകളും അടങ്ങിയ ഒരു 40 യൂത്തിനെ തിരഞ്ഞെടുത്ത് അവരെ സെൽഫ് എംപ്ലോയ്മെൻറ്റിന് പ്രാപ്തരാക്കാൻ സ്കിൽ ഡെവലപ്മെൻറ്റിലും അതുപോലെ തന്നെ എൻ്റർപ്രണർഷിപ്പിലും ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക എന്നതായിരുന്നു ട്രൈസമിൻ്റെ പ്രവർത്തന രീതി. ഇതിലൂടെ മെയിനായിട്ട് റൂറൽ ഏരിയാസിലുള്ള യൂത്തിൻ്റെ അർബൻ ഏരിയാസിലേക്കുള്ള വരവൊക്കെ തടയാൻ സഹായിച്ചു. അതുപോലെ തന്നെ ലോക്കൽ നീഡ്സ്, അവിടെയുള്ള ലോക്കൽ റിസോഴ്സ് കൊണ്ട് തന്നെ പരിഹരിക്കാൻ ഈ റൂറൽ ഏരിയാസിലുള്ള ആളുകൾക്കായി. ഇതിലൂടെ റൂറൽ ഡെവലപ്മെൻറ്റ് സാധ്യമാക്കാനും ഇന്ത്യ ഗവൺമെൻറ്റിന് സാധിച്ചു. അടുത്തായി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ബെനിഫിഷ്യറീസ് ഓഫ് ട്രൈസം, അതായത് ട്രൈസമിൻ്റെ ഉപഭോക്താക്കൾ ആരൊക്കെ എന്നുള്ളതാണ് നോക്കാൻ പോണത്. അല്ലാതായിട്ട് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ മെമ്പർ ഓഫ് ദി പൂറസ്റ്റ് ഫാമിലി ഫസ്റ്റ്, അതായത് ഈ പാവപ്പെട്ട ഫാമിലിയിൽ നിന്നുള്ള ആൾക്കാരാണ് ഇതിലെ ആദ്യത്തെ ഉപഭോക്താക്കൾ. പിന്നെ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ പ്രയോറിറ്റി ഷുഡ് ബി ഗിവൺ ടു മെമ്പേഴ്സ് ഓഫ് SCs ആൻഡ് STs. ഈ SCസിനും അതേപോലെ തന്നെ STസിനൊക്കെ ഈ ട്രൈസമിലൊരു പ്രയോറിറ്റി നൽകുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ പറഞ്ഞത് അറ്റ്ലീസ്റ്റ് 1/3 ഓഫ് കാൻഡിഡേറ്റ് ഷുഡ് ബി വുമൺ. ഈ ട്രൈസം എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീകൾക്കും കൂടി പ്രാതിനിധ്യം കൊടുക്കാനുള്ളൊരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ അവരെ മൊത്തം കാൻഡിഡേറ്റിൽ 1/3 എന്തായാലും സ്ത്രീകളാവണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ്. അടുത്തായിട്ട് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രൈസം ആണ്. To provide rural youth from families below the poverty line with training and technical skills to enable them to take up self-employment in agriculture, industries, service and business activities. അതായത് ഈ ദരിദ്രരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിലുള്ള യൂത്തിന് ഈ ടെക്നിക്കൽ സ്കില്ലും അതുപോലെ തന്നെ ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ട് അവരെ കൃഷി, വ്യവസായം, സർവീസ്, അതുപോലെ തന്നെ ബിസിനസ് ആക്ടിവിറ്റീസ് എന്നിവയിലൊക്കെ സ്വയം തൊഴിൽ നേടാൻ പ്രാപ്തരാക്കുക എന്നതാണ് ട്രൈസമിൻ്റെ ആദ്യത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ ട്രെയിനിങ് ഈസ് പെർസീവ്ഡ് നോട്ട് ഓൺലി ഇൻ ടേംസ് ഓഫ് പ്രൊവിഷൻ ഓഫ് ഫിസിക്കൽ സ്കിൽസ് ബട്ട് ഓൾസോ ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡ്, എൻഹാൻസ്മെൻറ്റ് ഓഫ് മോട്ടിവേഷൻ ആൻഡ് സ്കിൽസ് ഇൻ ഹ്യൂമൻ റിലേഷൻ എക്സെട്ര ആർ ഓൾസോ ought ടു ബി ഇമ്പാർട്ടഡ്. അതായത് ഈ ട്രൈസം ഫിസിക്കൽ സ്കില്ലുകൾക്ക് വേണ്ടി മാത്രമല്ല പരിശീലനം നൽകുന്നത്, ഈ ആറ്റിറ്റ്യൂഡ് ചേഞ്ചിനും അതേപോലെ തന്നെ മോട്ടിവേഷൻ വർധനവിനും ഹ്യൂമൻ റിലേഷൻ സ്കിൽസിനും ഒക്കെ ട്രെയിനിങ് നൽകുന്നുണ്ട്. മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഗെയിൻഫുൾ എംപ്ലോയ്മെൻറ്റ് ഓൺ എ ഫുൾ ടൈം ബേസിസ് വിച്ച് റിസൾട്ട്സ് ഇൻ ഇൻകം വിച്ച് ഈസ് സഫിഷ്യൻറ്റ് ഫോർ ദി ഫാമിലി ഓഫ് ദി യൂത്ത് ക്രോസ് ദി പോവർട്ടി ലൈൻ. അതായത് ഈ സെൽഫ് എംപ്ലോയ്മെൻറ്റിലൂടെ യൂത്തിന് മുഴുവൻ സമയം തൊഴിലൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതിലൂടെ ഈ യുവാക്കളുടെ കുടുംബത്തിന് പോവർട്ടി ലൈൻ കടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വരുമാനത്തിന് കാരണമാകുന്നു. അടുത്തതായി പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്യൂച്ചേഴ്സ് ഓഫ് ട്രൈസം ആണ്. അതിലാദ്യത്തെ ഫ്യൂച്ചർ എന്താണെന്ന് വെച്ചാൽ ഡ്യൂറേഷൻ ഓഫ് ട്രെയിനിങ് ഈസ് ഫ്ലെക്സിബിൾ ഡിപ്പെൻഡിങ് അപ്പോൺ ടൈപ്പ് ഓഫ് കോഴ്സസ്. അതായത് കോഴ്സുകളുടെ ടൈപ്പ് അനുസരിച്ചായിരിക്കും ഈ ട്രെയിനിങ്ങിൻ്റെ ഡ്യൂറേഷൻ. പിന്നെ രണ്ടാമത്തെ ഫ്യൂച്ചർ എന്താണെന്ന് വെച്ചാൽ ട്രെയിനേഴ്സ് ആർ ഗീവൺ സ്റ്റിപ്പൻഡ് ആൻഡ് എ ടൂൾ കിറ്റ്. അതായത് ട്രെയിനേഴ്സിന് ആവശ്യമായിട്ടുള്ള ധനസഹായങ്ങളും ടൂൾ കിറ്റുകളൊക്കെ ട്രൈസം നൽകുന്നുണ്ട്. പിന്നെ മൂന്നാമതായി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ വേജ് എംപ്ലോയ്മെൻറ്റ് ട്രെയിനിങ് വാസ് ടു ബി ഇൻ ദി സെക്കൻഡറി ആൻഡ് ടെർട്ടറി സെക്ടേഴ്സ്. അതായത് വേജ് എംപ്ലോയ്മെൻറ്റ് ട്രെയിനിങ് സെക്കൻഡറി സെക്ടേഴ്സിനും അതേപോലെ ടെർട്ടറി സെക്ടേഴ്സിലൊക്കെ ആയിരിക്കും. നാലാമത്തെ ഫ്യൂച്ചറായിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് 50% ഓഫ് ദി യൂത്ത് ടു ബി ട്രെയിൻഡ് ഫോർ സെൽഫ് എംപ്ലോയ്മെൻറ്റ് എയ്തർ ഫോർ സെക്കൻഡറി ഓർ ടെർട്ടറി സെക്ടർ ആക്ടിവിറ്റി. അതായത് സെക്കൻഡറി അല്ലെങ്കിൽ ടെർട്ടറി സെക്ടറിലെ പ്രവർത്തനങ്ങൾക്കായിട്ട് 50% യുവാക്കൾക്ക് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ട്രെയിനിങ് നേടിക്കൊടുക്കുക എന്നതാണ്. പിന്നെ പറഞ്ഞ ഒരു ഫ്യൂച്ചർ എന്താണെന്ന് വെച്ചാൽ ട്രൈസം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഓൾ ദി 5000 ബ്ലോക്സ് ഇൻ ദി കൺട്രി. അതായത് രാജ്യത്തെ 5000 ബ്ലോക്കുകളിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു എന്നതാണ്.
അടുത്തായിട്ട് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഈ ട്രൈസമിൻ്റെ ഡീമെറിറ്റ്സ് ആണ്. അപ്പോൾ എല്ലായിടത്ത് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇംപ്ലിമെൻറ്റേഷൻ ഈസ് ജനറലി അൺഈവൻ. അതായത് ട്രൈസം നടപ്പാക്കൽ പൊതുവെ പ്രയാസമുള്ള കാര്യമാണെന്നാണ്. പിന്നെ രണ്ടാമതായി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇൻ ദി സെലക്ഷൻ ഓഫ് ട്രേഡ്, സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഫിനാൻഷ്യൽ വിയബിലിറ്റി വേർ നോട്ട് അഡീക്വേറ്റ്ലി അസസ്ഡ്. അതായത് ഈ ട്രേഡ് തിരഞ്ഞെടുക്കുന്നതിൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് അതേപോലെ തന്നെ ഈ ഫിനാൻഷ്യൽ വിയബിലിറ്റീസ് ഒന്നും വേണ്ടത്ര വിലയിരുത്തപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അടുത്ത ഡീമെറിറ്റ് എന്താണെന്ന് വെച്ചാൽ അസിസ്റ്റൻസ് ഇൻ ദി പ്രൊവിഷൻ ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഹാസ് ബീൻ ലാക്കിംഗ്. അതായത് റോ മെറ്റീരിയൽസിൻ്റെയും അതേപോലെ മാർക്കറ്റിൻ്റെയൊക്കെ സഹായം കുറവാണ് എന്നുള്ളതാണ്. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എവറി ഡിസ്ട്രിക്റ്റ് ഡിഡ് നോട്ട് ഹാവ് ട്രെയിനിങ് സെൻറ്റേഴ്സ് ഓഫ് ട്രൈസം. അതായത് ട്രൈസമിന് എല്ലാ ഡിസ്ട്രിക്റ്റിലും ട്രെയിനിങ് സെൻറ്റേഴ്സ് ഇല്ല എന്നുള്ളതാണ്. പിന്നെ പറഞ്ഞത് ഇൻ എ ലാർജ് നമ്പർ ഓഫ് കേസസ് ദി അസിസ്റ്റൻസ് പ്രൊവൈഡഡ് ടു ട്രൈസം ട്രെയിനീസ് ഫ്രം IRDP പ്രൊജക്റ്റ് ഹാഡ് നോ ലിങ്ക് ടു ദി ട്രെയിനിങ് ദേ ഹാഡ് റിസീവ്ഡ്. അതായത് ധാരാളം കേസുകളിൽ ഈ IRDP പ്രൊജക്റ്റുകളിൽ നിന്നുള്ള ട്രൈസം ട്രെയിനികൾക്ക് നൽകുന്ന സഹായത്തിന് ഓർക്ക് ലഭിച്ച പരിശീലനമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ്.